Yeah. Thank you, Jesus. Praise you, Jesus. Love you, Jesus. Hallelujah. നല്ല പിതാവേ, ദൈവമേ, രാത്രിയുടെ യാമത്ത് ഞങ്ങൾ ഒരുമിച്ച് പലയിടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നീ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീ ഞങ്ങളെ വഴി നടത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നിന്റെ വലിയേറിയ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. നീ ഞങ്ങളുടെ മധ്യത്തിലായിരിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും നീയിൽ ആശ്രയിച്ചുകൊണ്ട് നിലനിൽപ്പം തക്കോണം നീ ഞങ്ങളെ ബലപ്പെടുത്തുകയും വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്യുന്ന നിന്റെ വലിയ സ്നേഹത്തിനായി കരുതലിനായും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ എല്ലാവരും നിന്റെ സന്നിധിയിലായിരിക്കുന്നുവല്ലോ. ഒരുമനപ്പെട്ട് ഒരേ ഹൃദയത്തോടു കൂടി നിന്റെ സന്നിധിയിൽ ഇരിപ്പാനും വചനം ധ്യാനിപ്പാനും പഠിപ്പാനും തക്കവണ്ണം ദൈവമേ നീ ഞങ്ങളെ ഒരുക്കണമേ. നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ 30, 60, 100 മേനിയായി വചനത്തിൽ ബലപ്പെടുവാനും വിശ്വാസത്തിൽ വളരുവാനും ആത്മാവിൽ ശക്തി പ്രാപിപ്പാനും You got cut. Amen. Praise God. Praise God. Praise God. Praise God. Our life is just like that. Sometimes connection with God, sometimes disconnection. Elsie, Yes. my dear sister, translate. Yes. ഇപ്പോൾ ബ്രദർ സജീവ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ലൈൻ കട്ടായി പോയി. അതുപോലെ നമ്മളും ദൈവമായിട്ടുള്ള കണക്ഷൻ ചില സമയങ്ങളിൽ അത് വിട്ടുപോകുന്നു. Yes, brother. So our line gets disconnected because of lack of knowledge. നമ്മുടെ ലൈൻ കർത്താവായിട്ടുള്ള കണക്ഷൻ വിട്ടുപോകുന്നത് നമ്മളിലുള്ള വിശ്വാസത്തിന്റെ കുറവ് കൊണ്ടാണ്. Satan's strongest weapon in our life is using our lack of knowledge, our ignorance to destroy our faith from working. സാത്താന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വെപ്പണാണ് നമ്മളിലുള്ള പരിജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തെ നിഷ്ഫലമാക്കുക. അതിൽ കൂടി നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷൻ നമ്മളിൽ നിന്ന് വേർപെട്ടു പോകും. Even though God has accomplished everything for us on the cross, yet we find the inheritance does not manifest because of lack of faith. വിശ്വാസത്തിന്റെ കുറവ് മൂലം കർത്താവ് കുരിശിന്മേൽ തൂങ്ങി മരിച്ച് ഞങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എല്ലാം നിർവഹിച്ചു. ഇനി ഒന്നും ചെയ്യുവാനില്ല. അതെല്ലാം തീർന്നിട്ടും നമ്മൾ പലപ്പോഴും ആ വിശ്വാസക്കുറവ് പലരിലും പല സമയത്തും വരുന്നു. So when a trial or a situation comes and there's lack of knowledge, that trial and situation begins to torture us and torment us, and we have total failure in our life. നമ്മുടെ ജീവിതത്തിൽ സാത്താൻ പലപ്പോഴും അവൻ പല സൂത്രങ്ങളും പല പരിപാടികളും നമ്മളിൽ കൊണ്ടുവന്ന് അത് നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റി നിർത്താൻ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ആ വചനമാകുന്ന പരിചയ എടുത്തുകൊണ്ട് നമുക്ക് അവനെ എതിർക്കുവാനും നമുക്ക് ജയം കിട്ടുകയും ചെയ്യും. So we put a blame on God, saying God is the one who is testing me, God is the one who is trying me, God is the one who is putting all the pressure on me. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയും, ദൈവമാണ് എനിക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും തരുന്നതെന്ന്. There are many times you hear even Christians saying that God has taken everything I had. പല ക്രിസ്ത്യാനികളും തന്നെ പറയും, എന്റെ ജീവിതത്തിലുള്ള നന്മകളെല്ലാം ദൈവം എടുത്തു എന്ന്. And why did God take everything that I had? എന്തുകൊണ്ട് ദൈവം നമ്മുടെ നന്മകൾ എടുക്കണം? Because God did not want me to get the glory in the things of this earth. കാരണം ഈ ലോകത്തിലെ നന്മകൾ നമ്മൾ അനുഭവിക്കാതിരിക്കുവാൻ, ദൈവത്തിന്റെ മഹത്വം അറിയാതിരിക്കുവാൻ.
these kind of thinking, this kind of believing is not from God. These people have been deceived by Satan. ഇത് ദൈവത്തിൽ നിന്നുള്ള വരുന്നതല്ല ഈ അവിശ്വാസം. ഇത് God did not, വരുന്നത് സാത്താന്റെ അടുത്ത് നിന്നാണ്. God did not do it. Yes, brother. God did not do it. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. Heavenly Father did not do it. സ്വർഗത്തിലെ പിതാവ് ഒരിക്കലും ചെയ്തിട്ടില്ല. God is love and he is a giver of life. ദൈവം സ്നേഹമാകുന്നു. അതായത് ദൈവം തരുന്നതെല്ലാം ജീവനെ തരുന്നതാണ്. Praise God. So God told Israel that they would be the head and not the tail, above and not beneath. ദൈവം ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ തലയാണ്, വാലല്ല എന്ന്. They are the head and not the tail. അവരൊരിക്കലും വാലല്ല, അവർ തലയാണ്. They are above and not beneath. അവർ എപ്പോഴും മുകളിലാണ്, താഴെയല്ല. They are blessed coming in. They are blessed going out. അവർ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അവരുടെ അനുഗ്രഹങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. When you believe that God did it, നമ്മൾ ദൈവത്തിൽ അതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ, and when you fall for a lie, ഒരു നുണ നമ്മുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ, you become an easy prey for the devil. അപ്പോഴാണ് നമ്മൾ സാത്താന്റെ ഒരു ഇരയായി പോകുന്നത്. Because Satan will take everything that God has given you and leave you in crisis, in lack. Once more, brother. Satan will take everything that God has given you. He will leave you total bankrupt. സാത്താൻ എപ്പോഴും നമ്മളിലുള്ള നന്മകൾ എടുത്തുകൊണ്ട് നമ്മളെപ്പോഴും ബാങ്കിൽ ഒന്നുമില്ലാതെ നമ്മളിൽ എല്ലാം നശിച്ചവനെ പോലെയാക്കും. Because when you believe the lies of the devil, you become an easy target for Satan to destroy you. നമ്മൾ അതുപോലെ അവിശ്വാസം കൊണ്ട് നമ്മൾ അതുപോലെ വിശ്വസിക്കുകയാണെങ്കിൽ സാത്താൻ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട്, ടോട്ടലായിട്ട് നമ്മളെ ഡിസ്ട്രോയ് ചെയ്യും. Praise God. So, if Satan could deceive the person who is a believer every day, praise God, he will do it every day and torture you and torment you till the end of time. സാത്താന് നമ്മളെ ചതിക്കുവാൻ നമ്മൾ അവസരം കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും അവൻ നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മളെ ടോട്ടലായിട്ട് ഡിസ്ട്രോയ് ചെയ്യും, നശിപ്പിക്കും. Brother, a question पूछूं? हाँ. अभी मैं किसी से बात कर रही थी, तो he was telling that he is supposed to take the Covishield vaccine. Okay, but in India the line is very big, so he takes the effort to go there. But when he's standing in the line, he is, he starts seeing coffin, and he starts his hands and legs starts becoming cold. Though he's saying Psalms 91 and he's referring everyone to say Psalms 91, but rest he is very brave and everything. But when this vaccine thing is coming, this person is getting very nervous. Now, for example, yeah, I don't want to take vaccine. okay, Okay, but I can't board the flight from US to Dubai without vaccine. yeah, So now I'm in a fix. If I want to come back to Dubai, it is compulsory for me to take vaccine, otherwise I can't board the flight. Now what do I do? you have to take the vaccine. So I have to take the vaccine because of the rule. But at the same time, I'm saying, Lord, when they're giving the vaccine, it has got no bad effect on me, but only your precious blood has entered into me, and I am already immune to the virus. So this vaccine also has no power over me. It doesn't have any negative power. Okay, whatever it will work in the positive way,
Praise God. But it will not have any negative power over me. So I had to take, because otherwise I can't board the flight. Okay. Yeah, LC. Translate, ഇവിടെ ഒരു please. ഉദാഹരണം പറയുന്നത് ബീന പറയുന്നത്, ഒരാൾക്ക് കോവിഷീൽഡ് വാക്സിൻ എടുക്കണം. അയാൾ ലൈനിൽ നിന്നപ്പോൾ അയാൾക്ക് പല പേടി സ്വപ്നങ്ങൾ, അതായത് മരണത്തിന്റെ ഒരു ഭീതി അയാളുടെ ഹൃദയത്തിൽ വന്നു. അയാൾ പ്രാർത്ഥിച്ചു, പക്ഷെ അയാൾക്കൊന്നും അത് കിട്ടാൻ അതിൽ നിന്ന് വിടുതൽ അയാൾക്ക് കിട്ടിയില്ല. അപ്പോൾ ബ്രദർ പറയുന്നതാണ്, നമുക്ക് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ വാക്സിൻ ഇല്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എടുക്കുന്ന സമയത്ത്, ആ സമയത്ത് ഈ വാക്സിൻ കൊടുക്കുന്ന അയാൾക്കും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാതെ, ഓൾറെഡി ഞാൻ ദൈവത്തിന്റെ ആ ബ്ലഡ് കൊണ്ട് ഞാൻ വാക്സിനേറ്റ് ചെയ്തു അഗൈൻസ്റ്റ് വൈറസ്. അപ്പോ അതിനെതിരായി, ഈ വാക്സിന് എതിരായി ഒന്നും പ്രവർത്തിക്കാതിരിക്കാൻ കർത്താവിനോട് ദൈവത്തില് ആശ്രയിച്ചാൽ മാത്രം മതി. Praise God, brother. Praise God. Praise God. So, you see, Satan is all the time looking for how he can deceive. So this person is strong in every area, but the seed planted in this particular area is giving him fear, and that fear is making him nervous. ഈ വാക്സിന്റെ എടുക്കാൻ പോകുന്ന ഇയാളിലുള്ള ഭയം വന്നത്, അയാൾ വിതച്ച വിത്ത് അത് ഈ അയാളുടെ ഈ സമയത്ത്, അതായത് വാക്സിന്റെ ആ ഏരിയയില് അത് പ്രവർത്തിച്ചില്ല. അയാൾക്ക് അത് ഫിയർ, ഒരു ഭയം കൊണ്ടുവന്നു. അതുകൊണ്ടാണ് അയാൾ ആ ഭയത്തിൽ നിന്നത്. Praise God. Praise God. So the Satan will keep on watching, keep a watch on us, and wherever we can get carried away with doubts and with fear, he will use those areas and begin to punch you day and night so that you get submitted to him, and then he can use you. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭയത്തിന്റെയും അതുപോലെ തന്നെ അവിശ്വാസത്തിന്റെയും ഏതെങ്കിലും ഏരിയകൾ നമുക്കുണ്ടെങ്കിൽ അത് സാത്താന് നല്ലപോലെ അറിയാം. അപ്പോൾ സാത്താൻ ഈ ഏരിയകളിൽ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളെ ടോർമെന്റ് ചെയ്ത് നമ്മളെ കൂടുതൽ നാശത്തിലേക്ക് കൊണ്ടുവന്ന്, അതാണ് അവന്റെ പ്ലാൻ. അവൻ സൂത്രക്കാരനാണ്. അവൻ അത് മാത്രമേ ചെയ്യുകയുള്ളൂ. Praise God. So what I said is, the devil is like a roaring lion walking about seeking whom he may devour. സാത്താൻ അലറിക്കൊണ്ടിരിക്കുന്ന ഒരു സിംഹത്തെ പോലെയാണ്. ആരെ വിഴുങ്ങണമെന്ന് അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 Peter 5:8 speaks about that. 1 Peter 5:8. Praise God. Can you just give me 1 Peter 5:8? Yeah. 1 Peter 1:5-8. നിർമ്മലരായിരിക്കും. Yeah, Arshan, read, Baba. Be sober, be vigilant, because your adversary, the devil, as a roaring lion, walk about seeking whom he may devour. So the word is very, very clear that Satan is your adversary, and he is roaring like a roaring lion. But the good news is, his daughter is looking at a. So when God gives you his word, Satan comes with his lies, and he wants you to be submissive to his word and not to God's word. Praise God. Praise God. So the battle is, are you going to receive God's word or reject God's word? Receive God's word. So when the Lord is saying be sober, what's the meaning of the word sober? To be sober means aligning my thoughts to God's thoughts.
Praise God. Praise God. Praise God. Thank you, Jesus. Thank you, Jesus. So when you are sober minded, means your thinking aligns with God's word. Your thinking aligns with God's word. Very important. Your thinking aligns with God's word. It's no longer based on how many charcoals come. No, absolutely no, not interested. Praise God. Praise God. Praise God. So when you say be sober, it means a person whose mind is stayed on the word of God. ഇവിടെ 1 പീറ്റർ അതിന്റെ 5:8 പറയുന്നത് പോലെ നിങ്ങൾ നിർമ്മലരായിപ്പിൻ. അതായത് കർത്താവിന്റെ വചനത്തോട് യോജിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിയോഗിയായ പിശാചിനെ നമുക്ക് എതിർക്കാനുള്ള ശക്തിയും കഴിവും കിട്ടും. കാരണം അവൻ ആരെ വിഴുങ്ങണം എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏത് മേഖലയിലാണ് നമ്മൾ വീക്കായിട്ടിരിക്കുന്നത് ആ മേഖല അവൻ ഉപയോഗിക്കും. Praise God. Praise God. So the Bible says be vigilant. Why vigilant? Because the devil, who is the adversary, is waiting to devour somebody else that he can devour. പിശാച് നമ്മളെ വിഴുങ്ങുവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഉണർന്ന് ഇരിക്കണം. അതായത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എപ്പോഴും ദൈവത്തോടുള്ള ആ യോജിപ്പിൽ ഇരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ എങ്ങനെയാണ് സാത്താൻ, എവിടെയാണ് സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതെന്ന്. So when he is like a roaring lion and we want to keep him away from our life, what's the key? അലറുന്ന സാത്താനിൽ നിന്ന് നമുക്ക് മാറി നിൽക്കുവാൻ എന്താണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്? ഏത് താക്കോലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? So Satan is seeking for whom he can devour. So how will I keep myself away from Satan? അപ്പോൾ സാത്താനിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് മാറി നിൽക്കേണ്ടത്? So the knowledge of God's word will keep him from devouring us. ദൈവത്തെ കുറിച്ചുള്ള അറിവ് കൊണ്ട് നമ്മൾക്ക് അത് അറിയുവാൻ സാധിക്കും. സാത്താന്റെ നമ്മുടെ മേലുള്ള അവന്റെ ശക്തി ഉപയോഗിക്കുന്നുണ്ടോ, എന്താണ് നമ്മുടെ മേൽ അവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് എല്ലാം അറിയാൻ സാധിക്കും. So when we feed ourselves with God's word on a daily basis and keep that word in our heart, we are growing in our immunity against the powers of darkness, against the kingdom of darkness. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലുള്ളപ്പോൾ നമ്മൾക്ക് ഏത് സമയത്തും നമ്മുടെ ശത്രുവിനെ നമ്മൾ കാൽ കീഴിലാക്കാൻ നമുക്ക് സാധിക്കും. So one of the key factor that Satan uses to deceive people who are in couple, that they begin to operate in the kingdom of God, is that he wants them to believe that God is a taker instead of a giver. സാത്താൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അതായത് ദമ്പതികളായി അവരുടെ ജീവിതത്തിലായിരിക്കും. എങ്ങനെയാണ് അവരിൽ നിന്നുള്ള അവരുടെ ഐക്യത എടുക്കുവാൻ സാത്താൻ അതിൽ കൂടി പ്രവർത്തിക്കുവാൻ. Praise God. So the most devastating or the most dangerous or the most painful blow to our faith is to believe that God is a taker instead of a giver. അപ്പോൾ സാത്താൻ എപ്പോഴും ഉപയോഗിക്കുന്നത് അതായത് ദൈവം നമ്മളിൽ നിന്ന് എടുക്കുന്നവനാണ്, നമ്മൾക്ക് തരുന്നവനല്ല എന്നുള്ള ഒരു ചിന്ത. So my question is, do you believe God is a taker or a giver? Giver. Giver. He is always a giver. He is always a giver. But when a person does not know, then the person believes that God is the one who creates the trouble, God is the one who gets you out of the trouble. No. The Bible is very clear. The thief comes to steal, kill, and destroy. I've come to give you life in abundance. സാത്താൻ എപ്പോഴും വരുന്നത് നമ്മുടെ ജീവിതത്തിലെ നന്മകൾ എടുക്കുവാൻ വേണ്ടി മാത്രമാണ്. അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക്
സ്നേഹവും സന്തോഷവും തരുവാൻ, അതുപോലെ തന്നെ ജീവിതം, അതുപോലെ തന്നെ ജീവനും സന്തോഷവും അതിന്റെ പൂർണ്ണതയിൽ തരുവാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. Knowing who the troublemaker is will create more trouble for you. ട്രബിൾ നമുക്ക്, ബുദ്ധിമുട്ട് നമുക്ക് തരുന്നവൻ തന്നെ നമുക്ക് കൂടുതൽ നമുക്ക് തന്ന് നമ്മളെ നശിപ്പിക്കും. Praise God. Praise God. So when I don't know who the troublemaker is, I will end up making more trouble for myself. നമുക്കറിയില്ല ആരാണ് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ തരുന്നതെന്ന്. So it is the Bible that is a good book that a person can read, and that reading of the Bible will always bring profit to the king, to his life, his family, and also to the kingdom. ദൈവത്തിന്റെ വചനം എന്ന വചനമാണ് നമുക്ക് തരുന്നത്. അത് വായിക്കുമ്പോൾ നമുക്ക് ശക്തിയും ബലവും അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് വിടുതലും തരുന്നത് അതിൽ കൂടി മാത്രമാണ്. So let's go to John 10:10. യോഹന്നാൻ 10:10. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. The thief come not but for to steal and to kill and to destroy. I am come that they might have life and they might have it more abundantly. Praise God. Praise God. So the thief comes forward to steal, kill, and destroy. കള്ളൻ വരുന്നത് മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും മാത്രമാണ്. The thief does not need, what do you say? All he needs is your ignorance. All he needs is that you fall in his trap. All he needs is your lies. കള്ളൻ വരുന്നത് നമ്മളെ അവിശ്വാസം തരുവാനും അതുപോലെ തന്നെ നമ്മൾക്ക് അറിവില്ലായ്മ തരുവാനും ദൈവത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ തരുവാനും മാത്രമാണ്. So when the Lord says submit to yourself to God or be sober, and now with the faith that you have, you fight against the kingdom of darkness, exercising your faith. കർത്താവ് പറയുന്നത് നമ്മുടെ വിശ്വാസം മൂലം നമ്മുടെ വചനം എടുത്തുകൊണ്ട് ആ സാത്താനെ എതിർക്കുവാനാണ്. Praise God. Praise God. So we can build up ourselves on our most holy faith by praying in the Holy Ghost. നമ്മുടെ വിശ്വാസത്തെ നമുക്ക് കൂടുതലാക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് സഹായം തേടാം. Praise God. Praise God. So do we need to pray in tongues? Yes. നമ്മൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? So what if the person does not practice even though he has got a gift? ഒരുവൻ അവന് അന്യഭാഷയുടെ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? So to build up your most holy faith, the Bible says pray in the Holy Ghost. നമ്മുടെ വിശ്വാസത്തിന്റെ അത് ലെവല് കൂട്ടുവാൻ, അതായത് വചനം പറയുന്നു പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തേടണമെന്ന്. So when the person is walking in the Spirit, the priest takes notice about him and finds him extremely spiritual. Now, when this person is going back to the class,
He has got special treatment from the principal, praise God, Praise God. that because even though he does not attend the class, okay, but still the professor looks after it because he has got special permission from the principal. ഒരുവൻ അവൻ വിശ്വാസിയാണ്, അതുപോലെ തന്നെ അവന് അന്യഭാഷ സംസാരിക്കാനും സാധിക്കും. Brother, now I just want to know, principal take him for? The principal gives him favor. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ അതായത് മേലധികാരികൾ അവന് അനുഗ്രഹങ്ങൾ തരും. In the same way, we have also favor from God, not because we deserve, but because of the നമുക്ക് favor. ഈ അനുഗ്രഹങ്ങൾ, Faith works because of the favor. നമുക്ക് ഇതുപോലെ തന്നെ ഈ അനുഗ്രഹങ്ങൾ നമ്മൾ അർഹതയില്ലെങ്കിലും നമുക്ക് ദൈവത്തിന്റെ ആ ഫേവർ കിട്ടുകയാണെങ്കിൽ നമുക്കും ഇത് നേടാൻ കഴിയും. So what faith works, it can be destroyed by fear. നമുക്ക് വിശ്വാസമുണ്ടെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് നശിച്ചു പോകും. So lack of knowledge, envy, strife, anger, temper, it is all failing to walk in love. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ദേഷ്യം, അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുക, ദേഷ്യം, ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, പക്ഷെ സ്നേഹം കൊണ്ട് നമുക്ക് അതിനെല്ലാം നേടാൻ കഴിയും. There are other things also that cause block in a major way. അതുപോലെ തന്നെ വേറെ മേഖലകളിലും അത് അതിനെ ക്ലോസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. So you might be a man of faith, you might be a woman of faith, but that doesn't mean that you will be on the same level of faith, because when pressure comes, the pressure is coming to cast out that promise out of our system so that you get into unbelief. ഒരു സ്ത്രീയോ ഒരു പുരുഷനോ അവൻ വിശ്വാസമുള്ളവന് ആയാലും പ്രഷർ, അതായത് ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ ഒരു പക്ഷേ അത് പ്രവർത്തിക്കാതെ ഇരിക്കും. So when the pressure comes, Saint Peter has given you the solution what to do, and when you do what the 1 Peter 5:8 says, you will be able to withstand different kinds of pressure coming at the same time from different places. വചനത്തിൽ പത്രോസ്ലീഹ എഴുതിയിട്ടുണ്ട്, അതായത് പല ഏരിയകളിൽ നിന്നും നമുക്ക് പ്രഷർ ഒരു പക്ഷെ വരാം, പക്ഷെ എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ ആ സാത്താന്റെ അവന്റെ പ്ലാനുകൾ നമുക്ക് അറിയുകയാണെങ്കിൽ നമുക്ക് എതിരിടാൻ സാധിക്കും. So when the person is sober, is vigilant, because his adversary, the devil, is as a roaring lion, walks about seeking who he may devour. So now, what do I use the faith for? Do I use the faith to get the promise manifested, or do I use faith to resist the devil? സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ വിഴുങ്ങാൻ വരുമ്പോൾ നമ്മൾ ഏത് വിശ്വാസത്തിലാണ് നിൽക്കേണ്ടത്? പ്രതിയോഗിക്കെതിരായിട്ടുള്ള വിശ്വാസം എടുത്തുകൊണ്ട് നിർമ്മലരായി ഇരിക്കുകയാണോ ചെയ്യേണ്ടത്, അതോ നമ്മൾ ദൈവത്തിന്റെ ആ വചനം എടുത്തുകൊണ്ട് നമ്മൾ സംസാരിക്കണോ? So when you read that passage, it says that he is seeking for those whom he can devour. ഈ വചനഭാഗത്തിൽ പറയുന്നത് അവൻ നോക്കുകയാണ് ആരെ അവന് വിഴുങ്ങാൻ സാധിക്കും. That means he cannot devour everybody, അതിന്റെ അർത്ഥം അവനെ എല്ലാവരെയും വിഴുങ്ങാൻ സാധ്യമല്ല, but only those who are little wavering. എല്ലാവരെയും അവന് വിഴുങ്ങാൻ സാധ്യമല്ല, അതായത് വിശ്വാസത്തിൽ തളർന്നു പോകുന്നവരെ അവന് വിഴുങ്ങാൻ സാധിക്കും. Praise God. Praise God. So what is Satan actually seeking?
സാത്താൻ എന്താണ് നമ്മളിൽ നോക്കുന്നത്? What is he seeking? എന്താണ് അവൻ അന്വേഷിക്കുന്നത്? He is seeking those whom he can devour. അവൻ അന്വേഷിക്കുന്നത് ആരെ അവന് വിഴുങ്ങാൻ സാധിക്കും? So can he devour every person? അവന് എല്ലാവരെയും വിഴുങ്ങുവാൻ സാധിക്കുമോ? No way. ഒരിക്കലുമില്ല. He can only devour those whom he is seeking. Okay, they are not resisting the devil, but they are panicking because of the devil. They have got unbelief, they have got fear. Then the devil will surely attack you and cause damage to you. സാത്താൻ നോക്കുന്നത് നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട്, നമ്മൾ വചനത്തിലാണോ ഇരിക്കുന്നത്, ഏത് സമയത്ത് നമ്മൾ വചനം പറയുന്നവരാണോ, അതുപോലെ ജീവിക്കുന്നവരാണോ, അങ്ങനെയുള്ളവരിൽ അവന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. So whenever you are doing the ministry work and your first process, praise God, Praise God. and you fail to apply the word of God, the devil will use that portion to get you into a mess, and then he will continue to cause mess in your life until the person repents and asks for forgiveness. ഒരുവനെ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ സാത്താൻ അറിയാം അവൻ വിശ്വാസത്തിലല്ല, അപ്പോൾ അവന് കൂടുതൽ അവിശ്വാസം കൊണ്ടുവന്ന് അവൻ കർത്താവിലോട്ട് തിരിഞ്ഞുകൊണ്ട് ഒരു മാനസാന്തരപ്പെടുന്നത് വരെ അവൻ ടോർമെന്റ് ചെയ്തുകൊണ്ടിരിക്കും. So we will see that, Satan causes people to lose their jobs because when the guard is down, they themselves talk about economy, they talk about the function that is going on in the office. They, with the guard down, they are no longer walking in love. Praise God. And when they are not walking in love but in strife and unforgiveness, now until that faith is restored, the organ in his body is going to respond the way you want. Praise God. But actually speaking, Bible faith is when the priest comes and cuts so that they who have taken a vow will keep their vow till the end. And what is the vow? That they would have children. Praise God. Praise God. What did I say? I don't know. What did I say? Because someone work in the office, if you don't have, you look at what is happening outside, you see the problems, so you will have hatred, strife against your co-workers. So he will not operate in faith, right? His pregnancy will be the wrong seeds, and that wrong seeds will bring forth the wrong manifestation in his life. But in spite of that, if a person is only focusing and being sober, then the devil cannot devour him because he is rooted in the word of God. ഒരുവൻ വിശ്വാസത്തിലാണെങ്കിൽ അവൻ ഏത് മേഖലയിൽ ജോലി ചെയ്താലും, അതായത് പലതും അവൻ കണ്ടാലും, പ്രയാസങ്ങൾ കണ്ടാലും, മീഡിയയിൽ കൂടിയോ ഏതെങ്കിലും വഴികളോ മറ്റുള്ളവർ സംസാരിക്കുന്നത് കണ്ടാൽ, പക്ഷെ അവൻ ദൈവത്തിന്റെ വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നവനാണെങ്കിൽ അവന് ഒരു മാറ്റവും ഉണ്ടാവില്ല. അവൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടേയിരിക്കും. So can faith fail? വിശ്വാസം പരാജയപ്പെടുമോ? Now, if you understand, faith comes from an incorruptible seed, that is the word of God. അതായത് വിശ്വാസം വരുന്നത് നല്ല വിത്തിൽ നിന്ന്, അതായത് കേടാവുന്ന വിത്തിൽ നിന്നല്ല. So can a seed fail to produce? ഒരു വിത്ത് അത് അതിന്റെ അനുഭവം തരുവാൻ അത് പരാജയപ്പെടുമോ?
a seed will fail to produce if only it is not taken care properly. ഒരു വിത്ത് നശിച്ചു പോകുന്നത് അതിനെ ശരിയായ വഴിയിൽ ശരിയായ രീതിയിൽ അതിനെ സംരക്ഷിച്ചില്ലെങ്കിൽ മാത്രം. A seed, even though it has got a high potential to produce, it will fail if it remains on the shelf and it is not planted in the soil. ഒരു വിത്ത് കേടായി പോവാനുള്ള കാരണം അത് അതുപോലെ തന്നെ അതിനെ സംരക്ഷിക്കുകയാണ്, അത് ഒന്നും ചെയ്യാതെ അതിനെ അതുപോലെ തന്നെ വെക്കുകയാണെങ്കിൽ, അതിനെ മണ്ണിലോട്ട് ഇടാതെ അതിന് സംരക്ഷണം കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് കേടായി പോകും. The seed needs to be planted in a fertile soil. ഒരു വിത്ത് നല്ല അഭിവൃദ്ധിയുള്ള മണ്ണിൽ നടണം. It has to be planted at the right time, in the right place, and protected until it brings forth the desired result. അതിനെ വിത്ത് വിതയ്ക്കുവാനായിട്ട് ഒരു സമയമുണ്ട്. അതിന്റെ കറക്റ്റ് സമയത്ത് അത് വിത്തിനെ നടുകയും വേണം, അതിന് വേണ്ട സംരക്ഷണം കൊടുക്കുകയും വേണം. എന്നാൽ മാത്രമേ അതിന്റെ അഭിവൃദ്ധി നമുക്ക് കിട്ടുകയുള്ളൂ. So if I do not plant the seed properly, it will surely fail. അപ്പോൾ നമ്മൾ വിത്തിനെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ അതിനെ നട്ടില്ലെങ്കിൽ നമുക്കത് ഒന്നും കിട്ടുകയില്ല. If a person abandons after planting it, it will still fail, it will still be destroyed. അതിനെ ശരിക്കും അതിനെ നോക്കിയില്ലെങ്കിൽ, അതിന് പരിചരണം കൊടുത്തില്ലെങ്കിൽ അത് നശിച്ചു തന്നെ പോകും. Because there was no follow-up with watering the seed. ആ വിത്തിന് വെള്ളം കൊടുക്കണം, അതൊന്നും നോക്കുന്നില്ലെങ്കിൽ അത് നശിച്ചു പോകും. So if I do not protect the seed from the birds, the insects and other enemies, it will surely fail. അതിനെ കേടാക്കുന്ന നശിപ്പിക്കുന്ന, അതായത് ഇൻസെക്ട് അതുപോലെ തന്നെ പക്ഷി അതുങ്ങളിൽ നിന്നെല്ലാം സംരക്ഷിക്കണം, അല്ലെങ്കിൽ ആ വിത്ത് ഒരുപക്ഷെ നശിച്ചു പോകും. So it will fail not because the seed is corruptible, but it will fail because the seed was not taken care of. വിത്ത് നശിക്കുന്നത് വിത്തിനെ ശരിയായ വിധത്തിൽ സംരക്ഷിക്കാത്തത് കൊണ്ടാണ്. വിത്ത് നല്ലത് തന്നെയാണ്. So in most of the time when the seed does not produce fruit, the question is, was it the problem with the seed, or was it I who did not take care of the seed? So who was the cause for the seed to fail? ഒരുപക്ഷെ വിത്ത് അത് വളർന്നു വന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ക്വസ്റ്റ്യൻ വരാം, അതായത് നമ്മളുടെ കുറ്റം കൊണ്ടാണോ അതോ വിത്തിന്റെ ഗുണം കൊണ്ട്, വിത്ത് നല്ലതല്ല ആയിരുന്നു കൊണ്ടാണോ? Yeah. So the seed is designed to produce the harvest. ഒരു വിത്ത് ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ കൂടി ഫലം തരുവാൻ മാത്രമാണ്. Praise God. Praise God. So what are we going to do? Are we going to plant the seed and take care of the seed so that the seed produces this harvest? Or are we going to get into unbelief? Are we going to uproot the seed? There are so many causes for the seed not to produce the harvest. ഒരു വിത്ത് അതിന്റെ ഫലം തരാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരുപക്ഷെ നമ്മളിലുള്ള അവിശ്വാസം, അത് തന്നെയല്ല നമ്മൾ എന്നും ദൈവവചനം ഏറ്റുപറയാതിരിക്കുമ്പോൾ അതിനെ നനയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം, അല്ലാതെ വിത്തിന്റെ പ്രശ്നമല്ല. Praise God. Praise God. And that is why we need to be vigilant, because unforgiveness will block the faith. വിശ്വാസമില്ലായ്മ കൊണ്ട് നമ്മുടെ ആ വിത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അത് വളരാൻ ഒരിക്കലും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും വിജിലന്റ് ആയി, അതായത് ഉണർന്നിരിക്കണം. എങ്ങനെയാണ് അത് നശിച്ചു പോകുന്നത്? നമ്മുടെ കുറ്റം കൊണ്ടാണോ നമ്മുടെ തെറ്റുകൊണ്ടാണോ അത് നോക്കണം. That is why when Jesus is talking about the God kind of faith in Mark's Gospel chapter 11, he at once ends up that God kind of faith by using the word "and." When you stand, forgive, because unforgiveness will stop your faith from working. അതായത് നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ
നമ്മുടെ ആ വിശ്വാസം നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തെ പോലെയുള്ള ഒരു ദൈവത്തിന്റെ ആ ടൈപ്പുള്ള ആ വിശ്വാസം നമ്മളിൽ ഉണ്ടാകണം. So how do we plant the seed of forgiveness? ഒരു നമ്മള് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുന്ന ആ വിത്ത് എങ്ങനെയാണ് നമ്മൾ നടേണ്ടത്? Because forgiveness is by faith, by the power of the Holy Spirit, not with your own strength. It is impossible. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാനായിട്ട് അത് നമ്മളിൽ തന്നെ കഴിവ് കൊണ്ടല്ല, ദൈവത്തിലുള്ള ആ കഴിവ്, ദൈവത്തിൽ നിന്ന് നമ്മൾ ആ കഴിവ് നമ്മൾ ചോദിച്ച് എടുത്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം. So what happens is, when a person hears the teaching of the gospel and then he hears that he is supposed to forgive, for example, a person hears the teaching on forgiveness, and then as soon as the class is over, the person picks up the phone and asks for forgiveness from the other person with whom that person has not spoken for 20 years. But begins to ask for forgiveness. So has that person planted the seed? Yes. And at that time, when asking for forgiveness, the person says, it was not your fault, everything was my fault. Praise God. So when that happens, the fellowship is restored in no time. Why did it get restored? Because one decided that she would go and pray for this person, bless this person, and now even be ready to forgive this person, even though this person has done so much of harm to this person. So when a person begins to do that by faith, that person has not only received forgiveness, but that person has also received great blessings from God the moment the person made that decision to forgive by faith. And many a times, I have seen when people make that choice to forgive, at once they have got healing in their body, major healings. ഒരുപക്ഷെ നമ്മൾ ക്ഷമയെ പറ്റി നമ്മൾ വചനം കേട്ട് കാണും, ആരെങ്കിലും നമ്മളെ പഠിപ്പിച്ചു കാണും. ആ മനുഷ്യന് അത് കേട്ട ഉടനെ ഒരുവൻ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ഒരുപക്ഷെ 20 വർഷമായിട്ട് ഒരാളോട് ദേഷ്യം വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. ഉടനെ തന്നെ ഫോൺ എടുത്ത് അയാളോട് സംസാരിക്കുമ്പോൾ, അത് മാപ്പ് ചോദിക്കുമ്പോൾ, ഒരുപക്ഷെ അയാൾ പറയും, ഇത് നിന്റെ കുറ്റമല്ല, ഞാനാണ് അതിന് തെറ്റുകാരൻ. അങ്ങനെ സംസാരിക്കുമ്പോൾ അവരുടെ യൂണിറ്റി, അവരുടെ ദേഷ്യം എല്ലാം മാറി ദൈവം ഉടനെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരിക്കലും മറ്റുള്ളവരോട് ദേഷ്യം വെക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. When the person makes that prayer of faith, that I want to forgive the other person, the moment the person makes that genuine forgiveness by faith, so many symptoms are gone, so many sicknesses are gone, and the person gets healed. And forgiveness is a very powerful demonic spirit that can keep you in bondage of sin, as well as sickness, disease, and curse, and financial problems. നമ്മൾ ആരോടെങ്കിലും ക്ഷമിക്കാതിരിക്കുകയാണെങ്കിൽ അതുമൂലം നമുക്ക് പല രോഗങ്ങളും പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും അതുമൂലം നമുക്ക് സംഭവിക്കും. എന്നാൽ നമ്മൾ അത് ഏറ്റുപറഞ്ഞുകൊണ്ട് ആരായിട്ടാണ് നമുക്ക് ദേഷ്യമായിട്ട് നമ്മൾ വെക്കുന്നതെങ്കിൽ സ്നേഹത്തോടെ അവരോട് സംസാരിച്ചു കഴിയുമ്പോൾ പല അസുഖങ്ങളും പല ബുദ്ധിമുട്ടുകളും നമ്മൾ അറിയാതെ തന്നെ അത് മാറിപ്പോകും. But I have a question. Yeah. What if we can't talk to that person, or we are not in a position to call that person? Then how do you forgive that? So you can make a prayer of forgiveness by faith even without talking to that person. Okay. You can make it by faith. Whether you spoke to that person right in front or you did not speak to the person, but the seed of unforgiveness is not in you, no?
Hello. Yeah. When you made that prayer, and let's say Yes. you did not get direct contact with that person, okay? But Yeah. you made the contact and you said, Father, in the name of Jesus, I choose to forgive this person. Now, Yeah. the moment you made that prayer, is that unforgiveness spirit in you now? Yes. The unforgiveness spirit is in me now. Correct. But the moment you made that prayer, is it still there? No, it's not there. It goes the moment I make, but I have to make the prayer wholeheartedly. It will go then. Correct. By faith. By faith. Yeah. 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 Okay. So not necessary I'm in contact with that person. Okay. Might be if you call that person might get more flared up and cause more trouble to you. Mm. Okay. So without calling to that person, you can still Okay. make a choice to forgive and bless that person. Okay. Forgive and Yeah, bless LC. the. Okay. Yeah, LC. യെസ്, നമുക്ക് ഒരുവനോട് ദേഷ്യമുണ്ട്, അവനെ കോണ്ടാക്ട് അതായത് കാണാൻ സാധ്യമല്ല, എന്നാൽ എന്ത് ചെയ്യണമോ? ബ്രദർ പറയുന്നത്, അതായത് നമ്മള് ഫോണിൽ വിളിച്ച് സംസാരിച്ചെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അയാൾ ദേഷ്യപ്പെടാം. അതല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തോടു കൂടി ദൈവത്തോട് പറയുക, ഞാനിങ്ങനെ തെറ്റ് ചെയ്തു പോയി, അയാളോട് ഞാൻ ക്ഷമിക്കുന്നു, അയാളെ ഞാൻ അനുഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് അതിന്റെ എല്ലാ റിസ്റ്റോറേഷനും നമുക്ക് കിട്ടും. One of the cause why many people remain in bondage and they don't see the breakthrough is because they have bitterness and they fail to walk in love with one another. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ, അനുഗ്രഹങ്ങൾ സാധിക്കാതെ വരുന്നത് നമ്മള് മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോഴാണ്. So the question is, am I in envy and strife with my husband, with my wife, with my neighbor? അപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ എന്റെ ഭർത്താവിനോടോ ഭാര്യയോടോ എന്റെ അയൽവാസിയോടോ ഞാൻ ദേഷ്യത്തിൽ ഏതെങ്കിലും ക്ഷമിക്കാതെ ഇരിക്കുന്ന ഏതെങ്കിലും സമയം വന്നിട്ടുണ്ടോ? എന്തെങ്കിലും നമ്മൾ ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? Then faith will fail to produce if you have strife and unforgiveness. വിശ്വാസമുണ്ടെങ്കിലും നമ്മുടെ അനുഗ്രഹങ്ങൾ ബ്ലോക്ക് ആക്കുവാൻ അതായത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ അത് കാരണമായി തീരും. Strife and unforgiveness opens the door for Satan to come in and destroy you. ക്ഷമിക്കാതിരിക്കുമ്പോഴും അതായത് നമ്മൾ അവരോട് ദേഷ്യം വെക്കുമ്പോഴും സാത്താന് നമ്മളെ ഇരയാക്കി തീർക്കും. Strife and unforgiveness gives an open door for Satan to come and strike you, because you are the one who has invited him, and therefore he will show up every time, and every time he shows up, it will end up with a tragedy. നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ നമ്മളൊരു വാതിൽ തുറക്കുകയാണ് സാത്താനെ നമ്മൾ അകത്തോട്ട് കയറ്റുവാൻ. That person is ignorant, he doesn't realize this, he's going on praying and praying and praying, but not knowing tragedy after tragedy comes upon this person because of unforgiveness. അവൻ മനസ്സിലാക്കുന്നില്ല അവന്റെ മറ്റുള്ളവരോട് ക്ഷമിക്കാത്തതിന്റെ കാരണം കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നതെന്ന്. അവൻ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, എന്നാൽ ഒരു അനുഗ്രഹവും കിട്ടുകയില്ല. Jesus gave us the parable in Matthew 18 of a man who refused to forgive, and the Lord said, the parable says that the Lord handed him over to the tormentors where he was gnashing his teeth. So he ended up going to hell. അതായത് വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, ഒരുവൻ അതായത് ക്ഷമിക്കാത്ത ഒരുവനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അവനെ കർത്താവ് പറയുന്നു, അവനെ ടോർമെന്റ് ചെയ്യുവാൻ, അതായത് നരകത്തിലേക്ക് തള്ളുവാനാണ് പറഞ്ഞത്. So he was handed over in the hands of the tormentors, where he would be kept there until he pays off his debts. അതായത് അവനെ ടോർമെന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്, അവന്റെ ചെയ്യേണ്ടത്, അവൻ എടുത്തിരിക്കുന്നത് തിരിച്ചു കൊടുക്കുന്നത് വരെ അവനെ അവിടെ തന്നെ ആക്കി വെച്ചു. And what was the debt? The debt was forgiveness. Unless he pays that with forgiveness, he cannot be delivered.
അവന്റെ കടമായിരിക്കുന്നത് അവന്റെ മറ്റുള്ളവരോട് ക്ഷമിക്കാത്ത ആ കടമായിരുന്നു. അത് തീർക്കുന്നത് വരെ അവൻ ടോർമെന്റിലാക്കി വെക്കും. That's why Jesus was talking about forgiveness. But if you do not forgive, then my Father who sees you will also not forgive you your sin. And if we don't receive forgiveness from sin, we are a first class candidate to enter into hell. Because sin takes me to hell, forgiveness takes me to heaven. പാപം നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ നമ്മളെ സ്വർഗത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവും നീ ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ പിതാവും നിന്നോട് ക്ഷമിക്കുകയില്ല. അതായത് അവന് ഫസ്റ്റ് ക്ലാസ്, അവന് ചാൻസ് ആണ് നരകത്തിലേക്ക് പോകുവാൻ. Remember, God is certainly not the tormentor. കർത്താവ് ഒരിക്കലും മറ്റ് ആരെയും ദ്രോഹിക്കുന്നവനല്ല. When we do not forgive, then our very unforgiving spirit takes us from the hands of the Father, and we ourselves hand over ourselves into Satan's hand, because we have no other choice when we are operating in unforgiveness and bitterness that will qualify you to be tortured and destroy you in your everyday life. നമ്മുടെ ഹൃദയത്തിൽ കയ്പിന്റെ അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനും നമ്മളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അവന് നമ്മൾ നമ്മൾ തന്നെ സാത്താന്റെ കയ്യിലോട്ട് പോവുകയാണ്. So when Satan was asking Peter to be devoured, what was he talking about? When I have bitterness, envy, and jealousy, and all that, praise God, Satan is demanding to have you, to torture you and torment you. ഇവിടെ വചനത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ, അതായത് നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതെ കയ്പ് നിറഞ്ഞ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ, മറ്റുള്ളവരോട് ദേഷ്യം വയ്ക്കുമ്പോൾ സാത്താൻ നമ്മള് ചാൻസ് കൊടുക്കുകയാണ്, അവന്റെ കയ്യിലോട്ട് നമ്മളെ ഏൽപ്പിക്കുകയാണ്. So many a times people speak the right thing, they do the right thing, but inside of them is unforgiveness and strife. ഒരുവൻ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിലും അവനിൽ ഒരുപക്ഷെ കയ്പിന്റെ അവസ്ഥയുണ്ടെങ്കിൽ ഒരിക്കലും അവന് നന്മ നേടുവാൻ സാധ്യമല്ല. Sometimes people won't talk to their own family members in Christ Jesus, and then they end up getting into a car wreck or car accident or this thing or that thing, because they have handed over themselves in the enemy's hand by their unforgiveness. ഒരുപക്ഷെ ഒരുവൻ, അതായത് കുടുംബാംഗങ്ങളോട് ആരോടെങ്കിലും കയ്പിന്റെ അവസ്ഥ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവന് എൻഡപ്പ് ചെയ്യുന്നത് കാർ ആക്സിഡന്റോ ഏതെങ്കിലും വലിയൊരു നാശത്തിലോട്ടായിരിക്കും. When such thing happens, the whole family starts suffering. അതുമൂലം അവന്റെ ഫാമിലി മൊത്തം നശിക്കുകയാണ്. And they begin to wonder, why is it that God did not intervene in this situation, that there is so much of destruction now in the family? അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് കർത്താവ് ഇതിനെ തടുത്തില്ല? പക്ഷെ ആർക്കും അറിയില്ല പുറത്തുനിന്ന് ഇയാൾ ആരോടെങ്കിലും, അതായത് കയ്പിന്റെ അവസ്ഥ വെച്ചിട്ടുണ്ടെന്ന്. Surely they have been in Satan's head, but it was not God's will, but their own unforgiveness that invited Satan to come and torture them and cause affliction in their life. ഒരു കയ്പിന്റെ അവസ്ഥ ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ അവൻ തന്നെ സാത്താന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയാണ്. അതുമൂലം ആ ഭവനത്തിനും അവനും നാശം മാത്രമേ വരികയുള്ളൂ. So remember, strife and unforgiveness will stop your faith from working. അപ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാതിരിക്കുമ്പോൾ, ദേഷ്യം വെക്കുകയാണെങ്കിൽ നമ്മളിലുള്ള വിശ്വാസവും പോകും. And also give Satan invitation to come and destroy your home. നമ്മൾ സാത്താൻ ഒരു ക്ഷണിക്കുകയാണ് നമ്മെ വന്ന് നേരിടാൻ, നമ്മളെ നശിപ്പിക്കുവാൻ. Sin of unforgiveness produces fear, and fear destroys faith.
ഈ ദേഷ്യം നമ്മുടെ ഹൃദയത്തിൽ കയ്പിന്റെ അവസ്ഥ നമ്മൾ വെക്കുമ്പോൾ നമ്മളുടെ ആ വിശ്വാസം പോയി നമ്മളിൽ ഭയം നമ്മളെ കയറി പിടിക്കും. Praise God. Did we learn today something? Yes, brother. Hello, did we learn today something? Yes, yes. Brother. Yes, brother. And that is the master key. You can have a victorious life or you can have a miserable life. The choice is not God's. The choice is not Satan's. The choice is mine. With my forgiveness, I give God the invitation. With my strife and unforgiveness, I give Satan the invitation. But I will surely give somebody the invitation. Harshan, you are very quiet. What happened? No, brother, I was listening, brother. Isn't it true? Absolutely true, brother. And that takes a lot of effort to forgive. It's a lot of we have the courage to have that, to give a forgive someone. Now, are you willing to forgive for the student who comes at the end of the class? Brother. You're not answering any of my question today. Why are you putting me in that spot again and again? No, brother. If they are coming on time or they are coming at last, also, brother. Everyone is Blessed. Our platform is most Open welcome. for everybody. Praise Whom God. you- Praise- Praise God. Whom you are talking, Harshan? I was talking to brother. I'll see you tomorrow in the office. You come tomorrow. I'll see you in the office. No, I was listening. Brother. So that is how life is, Baba. When you follow the principles, the result is guaranteed. Absolutely. Praise God. Praise God. Praise God. Absolutely. All perfectly fine. Praise You know, God. we have to remind ourselves always, saying that, you know, how to forgive others, that we have to remind ourselves, because as a human being, we always forget that, you know, again we go to the same page and again we have to remind, no, we are doing wrong. I'll tell you, forgiveness by faith is very easy. Forgiveness by effort is very difficult. Forgiveness by faith is, Father, it is your word that says I must forgive. So in the name of Jesus, I choose to forgive this person unconditionally in Jesus' name. Kalas, forgiveness ho gaya. Nothing to do with feeling, nothing to do with emotion, nothing to do with that. Now, when you're praying, by the wounds of Jesus, I'm healed. What are you saying? Is it based on facts? Is it based Faith. on emotions? Or is Faith. it based on faith? Faith. God has made it easy. We have made it difficult. Correct, Absolutely. brother. Because we don't want to forgive by faith. We want to forgive by self-effort. तभी वो जल जाता है. Correct. You're right. Absolutely, brother. Correct. Very valid point, brother. Very much. So obedience to God's word is easy when you operate by grace. Obedience to God's word is very difficult when you are doing it by self-effort. You know, always our thoughts as give you, you know, take it to the wrong place always. You know, you have to keep ourselves saying that, no. We have to remind ourselves always saying He that, gave no. you the formula. When my thoughts aligns with God's word, then those thoughts only will make me do those things. Harshan, write it down, please. Vinci is typing. Yeah, Harshan, I'll see you absolutely. tomorrow in the office. No, Sunday, brother. Sunday. Arjuna, Sister Marcia, you also please note it out.
I like the delegation idea. I really liked it. Surely noted down, brother. Praise God. So everything depends on self-effort or grace. So we as Christians can start doing things even now with self-effort, and another person can do it by grace. That is, the whole day his mind is on the word of God. So those thoughts which are there are making him do. When the thoughts are not there and you are trying to do, it ends up with self-effort. You're right. Absolutely. Now, honestly speaking, today, yesterday I had the whole day, then I had Canada in the morning, then in the morning I had another session, then afternoon, until now, and again now today is Canada. So if Okay. I look with my natural mind, I should be a flat. Correct. But if I'm not doing with my self-effort, but I'm doing it as it comes. कभी-कभी नींद आता है तो आने दो यार. And when I'm sleeping now, everybody has understood. Only say hallelujah, hallelujah. My sleep, yeah, hallelujah. So it is like that. But the mind is stayed on God's word. It will work. If my mind is on self-effort, then it is difficult. So every day the challenge is only one simple thing. Am I operating in grace or am I operating in self-effort? If it is grace, it is sweatless. If it is self-effort, yeah, both very, very difficult, brother, to maintain Christian life. Absolutely. You're 100% right. 100%. I was just listening, brother, that California teaching strongholds. The teachings. This one, Jocelyn, no? Yo, beautiful, 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 beautiful. Really, it was touching. It was touching. That was really fantastic. I was just, I think last week also, I told Harshan also, you have to listen. That is good. Yesterday's also breakfast, this thing, Melbourne breakfast, that was also very good teaching. Fantastic. आज का कनाडा का बहुत अच्छा था. If possible, you listen to today's Canada. Canada one, okay. It started with a testimony and ended up with such a powerful teaching. Absolutely. I haven't gone to that teaching, Canada teaching. I will listen. Your Mama's teaching is it's going good. The mighty mom, na? Mighty Brother, mom. कितना testimony है वो लोग का. My goodness. Absolutely. सब simple लोग है, लेकिन testimony कितना है? Absolutely. That 6 month that lady was that was very good one. The 6 month this guy was on a bed. Electric right? shock ना? Yeah. Electric shock ना? Yeah. वो भी अबू धाबी में brother. Yes. दुबई भी नहीं. Yes. अबू धाबी में तो तुमको छोड़ेगा ही नहीं. Absolutely, praise God. I was just listening. Whenever I get a time, if I'm driving, I will listen all these things. It's really he became so courageous, so bold because of the word of God that he stood his ground. पुलिस वाला भी बोला, धमकी दिया, सब लोग ने धमकी दिया. और बोला मेरा बीवी को मैं हाथ लगाने नहीं देगा. इलेक्ट्रिक पावर नहीं देगा, बाकी तुम दवा दो, कुछ भी दो. Absolutely. And now that lady has become absolutely normal. Praise God. तो बोल रहा अभी थोड़ा और थोड़ा वचन खिला पिला के बाद में मैं लेके आएगा वही डॉक्टर के पास. Yes. Absolutely. उसको ये नहीं, तो उसको शर्मिंदा के लिए नहीं, but there will be so many things you also should learn that not what you are saying is the final verdict. Yeah, absolutely. There's a God above you. That question was very this thing. He said, you give me in a writing saying that my wife after this treatment, my wife will give 100% will be fine. You give me in a writing. You want me to write? Then you also give me in writing. Yeah. That was fantastic. तो वो डॉक्टर ने उसको धमकी दिया. I'll report to the police. So you can report to the police, no problem. Yeah, absolutely.
लेकिन वो लॉ क्या है मालूम है? Until he gives consent, because she's not in the right frame. Until he gives the consent, they cannot touch her. Correct. बोला मैं अंदर जाएगा लेकिन तो हाथ लगाने नहीं देगा. Correct. With the faith, और he, and secondly, he said, I have got my people in US. I'm going to send this reports over there. yeah. वो थोड़ा है ना, नाम भी खराब होता है ना Correct. हॉस्पिटल का. Yeah, absolutely. He said, my brother is there. Let me send all the reports to him. Yeah. Correct. So it becomes a big difference. Yeah. I'm listening, brother. I'm you know. But to stand, अभी इंडिया में तो हम दादागिरी कर सकते हैं. Correct. दुबई में भी थोड़ा तो कर सकता है, अबू धाबी में नहीं कर सकता है. नहीं, दुबई में बहुत मुश्किल है, brother. If they come to that level, then you can't do it. You know, there is a limit for it. But नहीं, लेकिन अबू धाबी is more stricter than Dubai, no? Yes. No doubt. All Dubai is because of tourism, they are lenient, but when they get down, they might be even severe than Abu Dhabi. Correct. Because I'm always told the Dubai police are very, very Very good. cooperative. If you're Very- drunk also, no, they'll reach you home. They will not harm you. They are very, very, sober. Brother, if you are drunk and you're standing on a road, they will ask you where you are staying. They will drop you on the police car here in Dubai. Yeah, that's what I said. Harshan knows more about that. Harshan can tell you. Because he's counseling many people. That's why he knows. Yeah, that's why. I haven't said anything wrong about him, right? I said he knows more about. Yeah, because he has got a lot of people to counseling. No, after officer, he's counseling a lot of people. He told me Yes. also, brother, Yeah. this is happening, and can you believe this is happening? I said, yes, brother. Yeah, he's taking salary and on duty time he's doing this. I told him, praise God. I said, after office hours, I said, Yes, brother. After coming out of office, then I'm going inside office. praise God. Praise God. Thank you, Praise Jesus. But the advantage is because you both are listening to the word, where 2 or 3 are gathered in my name, I am in your midst. So even in the office, there are others, and 2 are agreeing, the favor of God comes in your side. We also discussed, brother, what happened if I'm going somewhere wrong. Harshan said, no. If he's going somewhere wrong, I will say, no. We have to stick on that, what we have promised with the God. So this is normally we talks and we say, no. Hold on. We have to stay here. So, we don't get much time, but whenever we get time, definitely we say, no, this is not as per the Bible. We have to move on as per the Bible only. Yeah. Praise God. Yeah. Praise God. Lovely. So every week we are making progress, right? Yeah. Yes, brother. From Yes. what we used to be last year and what we are now, we have made a lot of progress, right? Yes, sir. Yes, brother. It's What like about you, Bina? it's like a hockey stick. The graph is like a hockey stick. Oh, it came down and then it went up. Yeah. Praise God. Okay. So how's your work going on, Bina? Praise God, brother. Totally blessed. Very nice. Every day, What I saw in the panel, all those who came to the panel and they are sitting there for 2 hours, 2 months, everybody gets a job. praise God. So they don't remain in the panel too long. Yeah. Praise God. But every day, brother, I am asking when you are getting into Emirates, My purpose is not fulfilled. No? Praise Don't God. worry, your company only sponsor you. Praise God. Okay. Okay, brother. There are many phone calls where I have to call up now.
Next month you are coming to Dubai, brother, right? This month end, This month, 24th. 24th. I'm reaching 24th night. And you will come and stay for a week and again going back to US, right? No, I'll be going to India for the land purpose. Okay. Meanwhile, I think you will meet that Bombay, that girl, na? She got 100%. That I told them, no? Yeah. That I'll go via Bombay. Yeah. So I'll book a ticket via Bombay. So I'll meet them and go. Instead of they coming to Bangalore and all, no? वो लोग 3 टिकट निकालने के बदले में एक टिकट निकालेला अच्छा ना? Patel Saab is ready to come to US also. Correct, but why simply at all give a person trouble when I can transit and go? No? Yeah, absolutely. Praise God. I always think about others' benefit. Yeah. That's why you are getting more, na, brother. हमेशा देख लेंगे दूसरे का फायदा कैसा होता है. God आपको देख लेता है. God will take care of you. आराम से. Yeah. Very nice. How's Now, everything? LC, you have to translate all this. What are you sitting? My dear sister LC. Yes, I'm listening, brother, because each one has different all ideas. So it is good, nice to hear more than everyone understand. There are good ideas, but there are some ideas which were there that was not in the Bible study, that came from outside. Yeah, one thing you have said, don't depend on your own ability. Anyone Yes. to forgive Yeah. someone. അതായത് ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് നമ്മളിൽ ആശ്രയിക്കരുത്. ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ നമുക്ക് അത് സാധ്യമുള്ളൂ. We have to depend on God, then everything is easy. More Praise than God. trusting in our own ability. Praise God, The sister. rest- Okay. Okay. Okay, brother. This is like, we are not coming for Bible study. We are coming for only a fellowship, nice fellowship, having a good fellowship, and then we are going. And good teaching also, brother. Praise God. Praise God. brother. Yes, no, brother. So I'll Thank you. see you all in Dubai, okay? Yeah, Yes. definitely. Yes, brother. We are waiting for it. Definitely. Yes, brother. Okay. Okay. Good point Come is we over. are having holiday, brother. Huh? We are Sorry? having holiday on that time. And beautiful relationship. Lord, thank you for this fellowship and for this relationship. Let this relationship grow stronger and stronger. Love grow stronger and stronger. With no pride, no ego, but like little children, obeying and submitting to your word and resisting every lie of the devil. Father, we have seen in each one's life, there were crises, there were wars, there were battles, and at that time it looked like it is impossible. But as we followed your instructions, Lord, over and over again, you have proved your faithfulness. Help us to be faithful to you. Help us to submit to you out of love, not out of fear, not out of personal gain, but because of love. Yes, Father God, thank you that every day we are receiving seeds from you, and every seed has the potential to bring forth a rich harvest. So help us, O Lord, plant the seeds and reap the harvest. That there is absolutely zero lack in our life. And everybody will know us as a tree bearing fruit of your kingdom in abundance. And we are called to be a blessing. We are called to solve the problems of others. We thank you, we praise you
for all these wonderful blessings that have come upon the family and the household and generations. Thank you, Father, for all this. And especially in the time of COVID, it is you who have kept us in good health. No infection, no virus, no sickness, no disease could touch us. But when it touched our body, it died instantly. We thank you for your goodness. In Jesus' mighty name. Amen. Thank you very much, Baba. Thank you, brother. Thank you so Thank you, much. brother. Thank you Very so much, much. everyone else.